ഹായ് ഫ്രണ്ട്സ്, സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന നിയമങ്ങൾ ഏതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമം പോഷ് ആക്ട് 2013. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നു. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനായി പ്രത്യേക ആന്തരിക പരാതി സമിതി ഉണ്ടായിരിക്കണം. സ്ത്രീധന നിരോധന നിയമം ഡവറി പ്രൊഹിബിഷൻ ആക്ട് 1916. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും നിയമവിരുദ്ധമാണ്. ഇതിന് 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. അടുത്തതായി ഗാർഹിക പീഡന നിരോധന നിയമം പ്രൊട്ടക്ഷൻ ഓഫ് വിമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഭർത്താവിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ഏൽക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പീഡനങ്ങൾക്കെതിരെ സംരക്ഷണം നൽകുന്നു. അടുത്തതായി ഗർഭഛിദ്ര നിയമം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തി സുരക്ഷിതമായി ഗർഭഛിദ്രം നടത്താനുള്ള അവകാശം നൽകുന്നു. ഭേദഗതി ചെയ്ത നിയമപ്രകാരം 24 ആഴ്ച വരെ ഇതിന് അനുമതിയുണ്ട്. അടുത്തത് സ്ത്രീകൾക്ക് എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ IT ആക്ട്. സോഷ്യൽ മീഡിയ വഴിയോ ഫോൺ വഴിയോ ഉള്ള അശ്ലീല സന്ദേശങ്ങൾ അയക്കൽ, മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവ ക്രിമിനൽ കുറ്റമാണ്. അടുത്തത് സ്ത്രീകളുടെ അന്തസ്സിന് എതിരായ കുറ്റകൃത്യങ്ങൾ. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക, പിന്തുടരുക, അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുക എന്നിവ ശിക്ഷാർഹമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിയമസഹായം തേടാനും ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക NCW വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.